ഹലോ, ആ ഡോക്ടറല്ലേ? ആ ഡോക്ടർ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഷീല. അല്ല, ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിലിരുന്നിട്ട് കുറേ നാൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പണി മറന്നുപോയ മനോഹരൻ്റെ ഭാര്യ. അതെ. മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 കിലോയിൽ നിന്ന് ഒരു 90 കിലോ ആയിട്ടുണ്ട്. തിന്നുമല്ലയോ? അതെ ഡോക്ടർ, എത്രയും പെട്ടെന്ന് വന്ന് പുള്ളിയുടെ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തരണം. അതെ, ജോലിക്ക് പോകുന്നില്ല, അതാ ഏറ്റവും വലിയ വിഷയം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ? താങ്ക് യു ഡോക്ടർ. നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. എൻ്റെ മനുഷ്യ 6 മാസമായിട്ട് ഒരേ ഇരിപ്പാ. ഒന്ന് എഴുന്നേറ്റിട്ടിരിക്കും, വേര് പിടിക്കും. രാവിലെ തന്നെ നീ എന്റെ മേത്തേക്ക് കയറാൻ വരികയാണോ? നീ വല്ല പണിക്ക് പൊക്കൂടെ നിങ്ങൾക്ക്? എടി, എനിക്ക് പണിയൊന്നും അറിയില്ലെന്ന്. എൻ്റെ ദൈവമേ, നല്ല ഒന്നാന്തരം ഒരു മേശരിയായി പറയുന്നത്. 6 മാസമായിട്ട് കൊറോണ ലോക്ക്ഡൌണും ഒക്കെ പിടിച്ച് എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്ന് ശരി തന്നെ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പണിക്ക് പോയില്ലേ? ആ കാല് തളർന്നിരുന്ന വാസിച്ചേട്ടൻ ലോട്ടറി കച്ചവടത്തിന് പോയില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ മനുഷ്യ ജോലിക്ക് പോയാല്? എടി, എനിക്ക് ഒരു പണി അറിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ മനുഷ്യ പിത്തം പിടിക്കുമെന്ന്, ശരീരം വേർത്തില്ലെങ്കിൽ. ശരീരം വേർക്കുണ്ടല്ലോ. എങ്ങനെ? ആവി പിടിക്കൊണ്ട് ഞാൻ 2 പേരെ. ആ തൂമ്പ എടുത്ത് ആ പറമ്പിൽ ഇറങ്ങി 10 കിളയെങ്കിലും കളച്ചൂടെ നിങ്ങൾക്ക്? എടി, എനിക്ക് നടുവേദനയാണ്. വേണമെങ്കിൽ ആ തൂമ്പെടുത്ത് ഇങ്ങനെ ഒന്ന് കറക്കാൻ ഞാൻ. എന്താ പറഞ്ഞാലും തക്കുത്തരം. ഇവിടെ അടുക്കള ഒരു സാധനം ഇരിപ്പില്ല, അരിയില്ല, ഉപ്പില്ല, മുളകില്ല. എന്തിനാ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ വിറക് പോലും ഇല്ല. ഈ അരിയൊന്നുമില്ല, പിന്നെ എന്തിനടി വിറക്? നീ കൂടെ വർത്താനം പറയണ്ട. എടി, എന്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് കിറ്റ് കിട്ടിയില്ലേ? റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടിയില്ലേ? അത് പോട്ടെ, നിന്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് കിറ്റ് കിട്ടിയില്ലേ? കിറ്റ് മാത്രം മതിയോ? എന്ത് പറയാനാണെന്ന് ഓർക്കണം. ഇവിടെ എന്നെ നമസ്കാരം. നമസ്കാരം. ഷക്കീല? ഷീല. അതെ, ഷീല. ഫോണിൽ വിളിച്ചിരുന്നു. അതെ. ഡോക്ടർ അല്ലേ? അതെ, പേഷ്യന്റ്. ഇതാ അത്. അതാണ്, ഇതല്ല അത്. ഏതാടാ? ഞാന് ഡോക്ടർ പപ്പു. നീ പപ്പു ആയാലും മുല്ലപ്പൂ ആയാലും എന്റെ അടുത്തേക്ക് ഒന്ന് അടിച്ചതിന്റെ കറ ഞാൻ പൊളിക്കും. വൈലന്റ് ആവുകയാണ്. ഇല്ല, വൈലന്റ് ഇല്ല, പ്രശ്നമൊന്നുമില്ല. പണി ചെയ്യാതിരുന്ന് പണി മറന്നുപോയി. ലോക്ക്ഡൌണിൽ പണി മറന്നുപോയി. ഞാനും പണി മറന്നുപോയിട്ട് ഞാൻ ലാസ്റ്റ് പെയിന്റ് പണിക്കൊക്കെ പോയിട്ട്. അല്ല, പെയിന്റ് പണിക്ക് പോയ ഒരുത്തനെ ഞാൻ പിന്നെ പരിശോധിച്ച് റെഡിയാക്കി. ഇതിപ്പോ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, പൂ പറിക്കുന്ന ലാഘവത്തോടെ ഡോക്ടർ പപ്പു ഇത് മാറ്റിത്തരാം. മനസ്സിലായില്ലേ? ശരിക്കും തൈക്കാട്ടുശ്ശേരിയിൽ ഇതിന് പറയുന്നത്, തൈക്കാട്ടുശ്ശേരിയല്ലോ, സൈക്കാട്രിസ്റ്റ് ഇതിന് പറയുന്നത് ദ്വന്ദ്വയുദ്ധം അല്ലെങ്കിൽ അപരയുദ്ധം എന്നാണ് പറയുന്നത്. ദ്വന്ദ്വയുദ്ധം അല്ലല്ലോ, അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി, അങ്ങനെയാണ് ഇതിന് പറയുന്നത്. നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ, 5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി 90 വയസ്സുള്ള വാരിസാരിയായിട്ട് സംസാരിക്കണം. വാര്യസാരി അല്ലടാ, പട്ടുസാരി. അങ്ങനെ പറ. അല്ല, അങ്ങനെ കേട്ടിട്ടില്ലേ? അതുപോലെ 90 വയസ്സുള്ള അപ്പൂപ്പൻ 5 വയസ്സുകാരനെ പോലെ സംസാരിക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കും. ഇത് പണി ചെയ്യാതെ ഇരുന്ന് പണി മറന്നുപോയതാണ്. കേരളത്തിലെ മിക്ക വീട്ടിലും ഇത് നിത്യസംഭവമാണ്. കുഴപ്പമില്ല. ഞാനത് വേറൊരു ടെക്നിക്ക്, എനിക്ക് കളരിയും മർമാണിയൊക്കെ അറിയാം, മനഃശാസ്ത്രം അല്ലാതെ. മനസ്സിലായില്ലേ? അതിന് മാത്രം ഡോക്ടർ അല്ല ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചെറിയൊരു ടെക്നിക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് മാറുമെങ്കിൽ മാറട്ടെ, അല്ലെങ്കിൽ വേറെ പണി നോക്കാം. ഓക്കെ. ഹലോ മിസ്റ്റർ മനോഹരൻ, അങ്ങോട്ടൊന്ന് നോക്കൂ. ഈ സാധനം മൂങ്ങയല്ലേ? കിളിയല്ലേ? കിളിയല്ലേ അവിടെ ഇരുന്ന്? കണ്ടോ, മൂങ്ങയെ കണ്ടെന്ന് പറഞ്ഞാൽ അത് മാറി. ഒരു മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ നീ ഇപ്പൊ ഒരു മൂങ്ങയെ കണ്ട? നീ കണ്ട ഇപ്പൊ മൂങ്ങ? ഞാൻ പറഞ്ഞു വന്നപ്പോൾ എന്റെ ദേഹത്തേക്ക് കയറി വരുന്നു. ഒരു കാര്യമില്ലാണ്ട് എന്റെ ദേഹത്തേക്ക് കയറി വരുന്ന ധർമ്മചന്ദ്രൻ മേശ്ശേരി. ആരാന്ന്? എടി, നിന്റെ കെട്ടിയോനെ പണി പഠിപ്പിച്ച രാജപ്പൻ മേശ്ശേരി. രണ്ടുപേരോ? ആ, കേറി വാ. അയ്യോ, കുമാരൻ മേശ്ശേരി. ആണ്ടാ, അതാ എന്റെ പേര്. ഞാൻ കുമാരൻ മേശ്ശേരി. ആരാ കുമാരൻ മേശ്ശേരി? ചേട്ടനെ പണി പഠിപ്പിച്ച ആശാൻ. ഞാൻ ഡോക്ടർ പപ്പു. രതി നിർവേദത്തിലെ പപ്പു ആണ്. അവൻ ഇത്രയും തടിയില്ലല്ലോ. അയ്യോ അല്ല, ഞാൻ ഇയാള് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചികിത്സിക്കാൻ വന്ന ഡോക്ടർ പപ്പു. ഞാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് എന്റെ പേര് ഞാൻ മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ ചക്രപാണി മേശ്ശേരിയാന്നുള്ള ഞാൻ മറന്നേച്ച് നിൽക്കുക. കുമാരൻ മേശ്ശേരി. അയ്യോ ആണ്ടാ, അതെന്റെ പേരതാ, കുമാരൻ മേശ്ശേരി. കുമാരൻ മേശ്ശേരി. അതെ. അപ്പൊ പേര് മറന്നു പോകും. ആ, ചെറിയൊരു പ്രശ്നം സംഭവിച്ചതാ. അത് വേറൊന്നുമല്ല, പുറത്ത് പറയാൻ പറ്റിയ നാട്ടക്കേസാ. എന്നാ പറ. അതായത് ബാത്റൂമിൽ ഇന്ന് കുളിച്ചിട്ട് പുറത്ത് സോപ്പിട്ടോണ്ടിരുന്നപ്പോൾ ഒരുത്തൻ പേരവഴി വെട്ടി തലക്കടിച്ചു. അന്ന് മുതൽ പേര് ഞാൻ മറന്നു പോവാ. നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് നിങ്ങൾ കുളിച്ച് പുറത്ത് സോപ്പിട്ട് അതിന് ഒരുത്ത പേരവടിക്ക് തട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ ഈ പപ്പു ഇപ്പൊ തന്നെ ഞാൻ അവനെ റെഡിയാക്കി തരാം. വേണ്ട, ചോദിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് കുളിച്ചതിന് അവൻ തല്ലേണ്ട കാര്യം എന്താ സോപ്പിട്ടെന്ന് പറഞ്ഞ് ഞാൻ അവനോട് ചോദിക്കാം. അതെ, എന്റെ ബാത്റൂമേ അല്ലത്. പിന്നെ
ഞാൻ അയൽവക്കത്തെ ചന്ദ്രന്റെ ബാത്റൂമിൽ അവന്റെ പെണ്ണുമ്പളെ ഇന്ന് കുളിച്ചപ്പോൾ അവന്റെ പെണ്ണുമ്പളയുടെ മുതുകത്ത് സോപ്പിട്ട് കൊടുത്തു. അത് കണ്ടുകൊണ്ട് ചന്ദ്രൻ വന്നു, അവൻ പേരവടി ഇട്ട് എന്റെ തലക്കടിച്ചു. അന്ന് പോലും ഞാൻ എന്റെ പേര് മറന്നു പോവുക. ഇപ്പൊ തന്നെ സുദർശൻ മേശരി എന്നുള്ളത് ഞാൻ മറന്നു നിൽക്കുക. ഞാൻ എടോ മനോഹരം എന്തോ അതാ എന്റെ പേര്, ഞാൻ കുമാരൻ മേശരി. അന്ന് ഞാൻ അവിടുന്ന് നാട് വിട്ടു, നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് പിന്നെ ഇന്നലെയാ വരുന്നേ. വന്നു കഴിഞ്ഞ് ഇന്നിപ്പോ ഒരു പണി തുടങ്ങണ്ടേ ഡാൻസർ തമ്പിയുടെ വീട്ടിൽ. അപ്പൊ അത് അവനെയും വിളിച്ചോണ്ട് പോകാനായിട്ട് ഞാൻ വന്നേ. എന്റെ കുമാരൻ മേശരി, നിങ്ങളുടെ സംഭവം എന്ന് പറഞ്ഞില്ലേ, 6 മാസം പണിക്ക് പോകാതിരുന്ന് ഇയാള് മനോഹരൻ ജോലി മറന്നുപോയി. അയ്യോ, അപ്പൊ പിന്നെന്തോ ചെയ്യും? അപ്പൊ ഒരു പണിയുണ്ട്, ഞാൻ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കി, നടന്നില്ല. അപ്പൊ ഇപ്പൊ കുമാരൻ മേശരിയുടെ ചെറിയൊരു സഹായം എനിക്ക് വേണം. ചെയ്യും, ഞാൻ ചെയ്യും. എന്റെ പേരെന്നാ വന്നെ? കുമാരൻ മേശരി. ഞാൻ ചെയ്യും. അപ്പൊ കുമാരൻ മേശരിയുടെ പണി സാധനം ഒന്ന് കാണിക്കണം. മോശമല്ല, അതൊക്കെ ചുമ്മാ ആവശ്യമില്ല. ഈ സഞ്ചി കിടക്കണ പണി സാധനം എടുത്ത് അയാളെ കാണിക്കുന്നു. അത് കാണിക്കാം. അതായത് എടുത്ത് പിടിച്ചോ. എന്റെ കൊച്ചിന് വേണ്ടി ഈ പൃഥ്വിരാജ് മേശരി എന്ത് വേണേ കാണിക്കാം. കുമാരൻ മേശരി, അതാ എന്റെ പേര്. അതെ, ഈ പണി സാധനം മനോഹരനെ കാണിക്കുമ്പോ മനോഹരൻ ഒരു മേശരിയാണെന്ന് മനോഹരന് മനസ്സിലാകും. ഇത് സക്സസ് ആകും. പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാൻ മനോഹരനെ ട്രീറ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? മാറ്റി തരും. മനോഹർ അതേലൊക്കെ മാവനൊന്ന് പൊസിഷനിൽ നിൽക്കും. ഒന്ന് കാണിക്കൂ. നോക്കാം. പിടിയുള്ള ഡയമണ്ട്. കറണ്ട് കാണിച്ചപ്പോ പറയുന്നു പിടിയുള്ള ഡയമണ്ട്. അടുത്തത് കാണീരി. മനോഹര സൂക്ഷിച്ചു നോക്കൂ, അതെന്തെങ്കിലും പരിചയം ഉണ്ടോ എന്നുള്ളത്. ആണ്ടേ നോക്കിക്കേ. അടി നൂൽപ്പമ്പരം കെട്ടിട്ട് കറക്കണ ഈ സാധനമായിട്ട് എനിക്കറിയാം. എന്നെ പറ്റിക്കാൻ നൂൽപ്പമ്പരം അല്ല. അടുത്തത് കാണീരി. ഇനിയിപ്പോ ഒറ്റ ഐഡിയ ഉള്ളൂ. മുഴക്കോല് പൊക്കി കാണിച്ചാലോ? എന്റെ മുഴക്കോല എടുത്ത് കാണിച്ചാലോ? മുഴക്കോല് കണ്ടാ ഇവന് ഇത് പിടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മുഴക്കോല് ഞാൻ എടുത്ത് ആദ്യമായിട്ട് കൈ കൊടുത്തവന്റെ ആണോ? നോക്കടാ മനോഹര, നീ നോക്കി. ഇതെന്താ സാധനം? ഇത് മുഴക്കോലല്ലേ? ഞാൻ പറഞ്ഞില്ലേ പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാനത് സാധിച്ചു തരുമെന്ന്. മുഴക്കോലാണെന്ന് എങ്ങനെ മനസ്സിലായി? ഒരു 10-25 പ്രാവശ്യം മുഴക്കോലെന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് മനസ്സിലായില്ലേ അത് മുഴക്കോല. അപ്പൊ നിങ്ങളൊരു മേശരി അല്ല. ഈടോ എനിക്ക് മേസരി എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, നീ വന്നേ. ഇത് വേറൊരു പണി ചെയ്യണം. നിങ്ങൾ ഈ ലോക്ക്ഡൌണിന് മുമ്പുള്ള ലാസ്റ്റ് സൈറ്റ് ഏതായിരുന്നു? ഞങ്ങൾ ലാസ്റ്റ് പണിതത് ചമ്പമ്മല. അപ്പൊ ചമ്പമ്മല നമ്മൾ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് എന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. പിന്നെ ഈ മനോഹരനുണ്ട്, പിന്നെ ഒരു ബംഗാളി പയ്യനുണ്ട്, പിന്നെ ഞങ്ങളുടെ മെയിൻ മൈക്കാട് അതാരാ? കുമ്പളക്കണ്ടം അമ്പിളി. കുമ്പിളിക്കണ്ടം അമ്പിളി അവരുണ്ടായിരുന്നു. അവളുണ്ടായിരുന്നു. അപ്പൊ ഈ ബംഗാളിനെ കുമ്പിളിക്കണ്ട അമ്പിളിനെ ഒന്ന് ഇവിടെ വിളിപ്പിക്കാം. അല്ല, ബംഗാളി എനിക്ക് കിട്ടാൻ വഴിയില്ല, അവൻ നാട്ടിൽ പോയി കാണും ലോക്ക്ഡൌൺ ആയിട്ട്. പക്ഷെ കുമ്പിളിക്കണ്ടം അമ്പിളി ഉണ്ട്. കാരണം ഞാൻ പണിക്ക് വിളിക്കാൻ വന്നാണല്ലോ, അവളില്ല, പണി നടക്കത്തില്ല. എന്നാ പിന്നെ അമ്പിളിനെ ഒന്ന് വിളി, നമുക്ക് അത് ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ചെയ്യാം, ഞാൻ വിളിക്കാൻ. വിളിക്ക്. കുമ്പിളിക്കണ്ട അമ്പിളി മോളെ, നിന്റെ ധർമ്മേന്ദ്രൻ മേശരിയാ വിളിക്കുന്ന. കേറി വാ. കുമാരൻ മേശരി. വേണ്ട, കുമാരൻ മേശരിയാ, ഇങ്ങ് കേറി വാ. ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. ഇതാണ് കുമ്പിളിക്കണ്ട അമ്പിളി. കുമ്പിളിക്കണ്ട അമ്പിളി പണിസൈറ്റ് വന്നാ പണിസൈറ്റ് ഇളകും, എനിക്ക് വിളകും. ഈ വിളിക്ക് അങ്ങോട്ട് ചെല്ലണം. അമ്പിളി, ഇത് നമ്മുടെ പണിസൈറ്റിലെ ടോൺ. ആദ്യം എടുത്ത് ഇവിടെ അടിക്കല്ലേ, ഇത് വേറെ സിറ്റുവേഷനാ. അമ്പിളി, ഞാൻ ഡോക്ടർ പപ്പു. അതായത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന മനോഹരൻ തൊഴിൽ മറന്നുപോയി. അപ്പൊ നിങ്ങളുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നിങ്ങൾ ഈ പണി സൈറ്റിൽ ജോലി അല്ലാതെ എന്തെങ്കിലും പരിപാടികളും വല്ല എന്തായാലും ഒരു തമാശകളൊക്കെ ഉണ്ടാവല്ലോ പണിയിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയായിട്ടോ? ഇഷ്ടംമാതിരി ഉണ്ട്, ഇഷ്ടംമാതിരി സാധനമുണ്ട്. അതിലൊരു കിട്ടുന്ന സാധനം ഇപ്പൊ പറഞ്ഞുതരാം. എന്നാ പറ. അതായത് ഞങ്ങളെ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇടവേള സമയത്ത് ഇരിക്കുമ്പോഴത്തേന് ഒരു മുറുക്കുന്നൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പൊ ആ മുറുക്കി വെച്ച് ഞാൻ ഇരിക്കുമ്പം അമ്പിളിയുടെ മൊബൈലിൽ ഒരു കിണ്ണം കാച്ച പാട്ടം കിടും. ആണോ? ആ പാട്ടിട്ടിട്ട് ഞങ്ങൾ ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു 5 മണി വരെ കിടന്ന് ഉറങ്ങിയ ചെന്നീച്ച് ചട്ടി കരണ്ടിയെ കഴുകി വെച്ചൊരു ഒറ്റ പോക്കം പോവായി. അപ്പതേ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഞാനിത് മാറ്റിത്തരാം. അതായത് നിങ്ങൾ അവിടെ കളിക്കുന്ന ഡാൻസിൽ അതിൽ മനോഹരനുമില്ലേ? അവനുണ്ട്. ആ ഡാൻസ് ജസ്റ്റ് ഇവിടെ ഒന്ന് പെർഫോം ചെയ്യണം. അപ്പൊ മനോഹരനെ പണി സൈറ്റ് ഒരു മേസരിയാണെന്ന് മനോഹരന്റെ മനസ്സിൽ തെളിയും. മനസ്സിലായില്ലേ? ഞാൻ ബെൽറ്റ് ഇട്ട് ഇച്ചിരി വിഷയമൊക്കെ ആയിട്ട് കുഴപ്പം. ബെൽറ്റോ? അല്ല, അവൽത്തല്ല, മറ്റേ. ഓക്കെ. അല്ല, എന്നാ പാട്ടെവിടെ? പാട്ടുണ്ട്, അമ്പിളിയുടെ മൊബൈലുണ്ട്. ഉണ്ടോ? എന്നാ ചട്ടി എവിടെ വെച്ചേ? കുട്ടി ചട്ടി വെക്കൂ. അമ്പിളി വെക്കൂ. എന്നിട്ട് ആ പാട്ടൊന്നിട്ടേ. പാട്ടൊന്നിട്ടിട്ട് 2 വരി മനോഹര. മനോഹര, ഇത് നിങ്ങളുടെ പണി സൈറ്റിൽ നിങ്ങൾ ബ്രേക്ക് ടൈം ചെയ്യണതാണ്. ഓർമ്മയുണ്ടോ? ഇപ്പൊ മനോഹര ഒരു മേസരിയാണെന്നുള്ള കാര്യം മനസ്സിലായോ? ഇത് എന്ത് കുമ്മാട്ടിക്കളിയാടി ഇവിടെ കളിക്കുന്നത്? പിന്നെ ഇത് എന്ത് കളിയാണ്? നമ്മൾ ആ പണി സൈറ്റിൽ ചെയ്യുന്ന ഡാൻസ് ഇപ്പൊ ചെയ്ത്. ഏത് പണിയുടെ കാര്യമാണ്? അയ്യോ, ഓർമ്മ കിട്ടിയില്ലേ? വെറുതെ മനുഷ്യന്റെ മുമ്പിൽ കിടന്ന് വന്നേ ശീലം.
ഡോക്ടറെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വേറൊരു പണി ചെയ്യാം. അറ്റ കയ്യാ, ഞാൻ ഹിപ്നോട്ടിസം ചെയ്യാം മാം. ആ മോശമല്ല താവി. കാരണം നമ്മുടെ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചു, നമ്മൾ അറിഞ്ഞതോ അറിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നോട്ടീസ് അടിച്ച് 10 പേരെ അറിയിക്കുമെന്ന് വെച്ചാൽ അത് മോശമാണ്. അയ്യോ, നോട്ടീസ് അല്ല, ഹിപ്നോട്ടിസം ചെയ്യാൻ. അവന്റെ ഉപബോധ മനസ്സിൽ അവനൊരു മേസ്ത്രിയാണെന്ന് അറിയാം. ബോധമില്ലായിരിക്കുന്ന അവൻ്റെ ഉപബോധം എന്നും പറഞ്ഞ് എന്നാ വല്ല രക്ഷ. അതല്ലതല്ല, ഞാൻ റെഡിയാക്കി തരാം. മനോഹര, ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ, റെഡിയാക്കി തരാം. പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഞാൻ റെഡിയാക്കി തരാം. മനോഹരൻ, കണ്ണുകൾ അടയ്ക്കൂ, കണ്ണുകൾ അടയ്ക്കൂ. താങ്കളിപ്പോൾ ഉറങ്ങുകയാണ്. ഉറങ്ങില്ല ഞാൻ. താങ്കളിപ്പോൾ ഉറങ്ങുകയാണ്. ഉറക്കലട എന്നാ? താങ്കളിപ്പോൾ ഉറങ്ങുകയാണ്. ഉറക്കലടാ. ഉറങ്ങുകയാണ്, ഉറങ്ങുകയാണ്, റങ്ങുകയാണ്, റങ്ങിപ്പോയി. എന്താ താങ്കളുടെ പേര്? അച്യുതൻ മേശ്ശേരി. എന്നാ എന്റെ പേര്? ഇതാ എന്റെ പേര്, കുമാരൻ മേശ്ശേരി. എന്താ താങ്കളുടെ പേര്? മനോഹരൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. താങ്കളുടെ ജോലി എന്താണ്? മേസ്തിരിപ്പണിയാ. കണ്ടോ, താങ്കളുടെ ലാസ്റ്റ് ജോലി ചെയ്ത സ്ഥലം എവിടെയാണ്? ചമ്പമ്മല. കറക്റ്റ് അല്ലേ? ഇത് ഞാൻ പൂ പറിക്കുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു പണി സൈറ്റില്? ഞാനും എന്റെ ആശാൻ, അതായത് കുമാരൻ മേശ്ശേരി. അതാരാ? ഒരു വൃത്തികെട്ടവൻ. നിങ്ങളാണ്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ എന്റെ സ്വന്തം, എന്റെ മാത്രം, എന്റെ അമ്പിളി. എന്റെ അമ്പിളി. എങ്ങനെ? എന്റെ സ്വന്തം എന്റെ അമ്പിളി. എന്താണ് അമ്പിളിയെ കുറിച്ചൊന്ന് പറയൂ. അമ്പിളിക്ക് 2 കുട്ടികളുണ്ട്. കൊച്ചു പിള്ളേ. 2 കുട്ടികൾ. അതിൽ മൂത്ത കുട്ടി കുമാരൻ മേശ്ശേരി. ആരാ ഈ കുമാരൻ മേശ്ശേരി? കുമാരൻ മേശ്ശേരി ചുമ്മാ പറയും. അവന് പിത്തക്കൂർ അറിയിക്കും, അവന് ഉറക്കമല്ല, കള്ളൻ. എന്റെ ഹിപ്നോട്ടിസം ചെയ്ത പേഷ്യന്റ് കള്ളം പറയല. ഇനി മുന്നോട്ട് പോകരുത്. ഇതെങ്ങനെ സംഭവിച്ചു? അത് ഇത് ചുമ്മാ പറയുക. ഇങ്ങനൊന്നും ഇതെങ്ങനെ സംഭവിച്ചു? അല്ലെ ഹിപ്നോട്ടിസം ചെയ്ത് ഞാൻ മുഴുവൻ പറയിപ്പിക്കും. അത് വേറൊന്നുമല്ല. അത് പെരുമ്പാവൂർ ഒരു സൈറ്റ് ഞങ്ങൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുവായിരുന്നു. അന്ന് വരെ കൃത്യമായിട്ട് ചാന്തും ചട്ടി അവിടെ ഇങ്ങനെ പാസ് ചെയ്ത് തരും. ഇടയ്ക്കൊന്ന് പാസ് ചെയ്തപ്പോൾ ചാന്തും ചട്ടി ഒന്ന് സ്ലിപ്പായി. അങ്ങനെ അങ്ങ് അതാ. പോട്ടെ, മനോഹരന് മറ്റെന്തോ കൂടി പറയാനുണ്ട്. 2ാമത്തെ കുട്ടി അത് എന്റേതാ. എന്റെ പൊന്നിയേച്ചി അങ്ങനെ ബോധമില്ലോണ്ട് പറയാ. സമാധാനമായിട്ട് ഇരിക്കും, ഞാൻ എല്ലാം പറയിപ്പിക്കാം. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ സമാധാനമായിട്ട് നിൽക്കി കേട്ടോ. പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ഞാൻ റെഡിയാക്കി തരാം. ഞാൻ പറഞ്ഞ ഇതിന് മുന്നോട്ട് പോകാൻ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അവന് കുറെ കാര്യങ്ങൾ പറയാണ്ട് ഞാൻ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ അറിയാതെ പിന്നെ അമ്മയുടെ ഇന്ന് ചട്ടി സ്ലിപ്പായി. അതെ. ഇനി എന്താ പറയാനുള്ളത്? ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവന് സംസാരിക്കാനുണ്ട്. സംസാരിക്കും. ഇനി ചോദിക്കരുത്, മുന്നോട്ട് പോകരുത്. ചോദിക്കും, പറയാനുണ്ട്. ഇനി മുന്നോട്ട് പോയ വിഷയം ഉള്ള കാര്യം ഞാൻ പറയും. ഇനി മുന്നോട്ട് പോകണം, കുറെ കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഇവൻ ഒന്നും പറഞ്ഞുകൂടെ കുഞ്ഞ. ഇവൻ ഡോക്ടർ, ഇവൻ സാജൻ ഡോക്ടറാ. ഇവൻ സാജനോ? നീ കള്ള ഡോക്ടറാ. നീ ഞാനോ? നീ സാജൻ ഡോക്ടർ. എന്നെ കള്ള ഡോക്ടർ എന്ന് പറഞ്ഞ പ്രായം നോക്കിയാലും നിന്നെ വെച്ച് അടിക്കോളണ്ടല്ലോ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ ഇവിടെ ഉറങ്ങുന്നുണ്ടാടാ. ഹിപ്നോട്ടിസം ചെയ്ത ഒരാളെ പഠിക്കരുന്ന് വെച്ചിട്ട് പിന്നെ അവൻ ഒറ്റ കാരണം എന്തെല്ലാം പ്രശ്നമുണ്ട്. എത്ര ഇടിയങ്ങൾ എന്ത് പ്രശ്നമുണ്ട്? അയ്യോ, കുമാരൻ മേശ്ശേരി എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് 10-68 കൊല്ലമായി. ഇപ്പൊ നീ എന്നെ ചവിട്ടി പാദത്തിലോ താത്ത് വെച്ചേക്കുവാ. അല്ല, എന്റെ ആശാന എടി അമ്പിളി നിക്കണ്. അതെ. എനിക്ക് ഇന്നൊരു കല്ലിടലുണ്ട് ചേർത്തലെ. കാര്യം ഞാൻ മറന്നിരിക്കാണ്. കല്ലിടലിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പൂ പറിക്കുന്ന പോലെ ഞാൻ അങ്ങ് പറിച്ച് കളഞ്ഞു. അല്ല, അസുഖം മാത്രമല്ല, അവൻ പൂ പറിക്കുന്ന പോലെ കളഞ്ഞു. എന്റെ ഒരു അണപ്പല്ലും കൂടെ പൂ പറിക്കുന്ന പോലെ കളഞ്ഞു. ഞാൻ ഡോക്ടർ പപ്പു, നിങ്ങളുടെ ഭാര്യ വിളിച്ചിട്ട് വന്നാണ്. ശീല സമാധാനമായല്ലോ? ജോലിയൊക്കെ ഓർമ്മ കിട്ടിയല്ലോ? നിങ്ങളിപ്പോ ഒരു മേസ്ത്രിയാണെന്നുള്ള കാര്യം. ഞാൻ മേസ്ത്രിയാടോ? ഞാൻ മേസ്ത്രിയല്ലേ? അറിഞ്ഞു വെച്ചോളൂ. നീ കള്ളപ്പണിയായിട്ടിരിക്കാ. എനിക്ക് ചേർത്ത്, ഞാൻ ആശാനോട് പറയാൻ മറന്നു. എനിക്കൊരു ചേർത്തല, ഒരു കല്ലിടലുണ്ട്. അത് ശരി. ഇത്ര ഒപ്പിച്ചു വെച്ചിട്ട് ഞാൻ അറിയാതെ ചേർത്തല പണി പിടിച്ച് വെച്ചേക്കുവാ. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയതാണ്. പറയാൻ മറന്നു. അവിടെ ഇടാനുള്ള കല്ല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, കല്ല് എടുത്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എടുക്കാനാണ്. കല്ല് അവിടെ പോയിട്ട് എടുക്കണം. ഇനിയിപ്പോ എന്തായാലും അവിടെ ചെന്ന് കല്ലെടുക്കാൻ നിൽക്കണ്ട. ഞാൻ കല്ല് തന്നു വിടാം. ഏത് കല്ല്? നിന്റെ ചെവിക്കല്ല്. ആണോ? എന്നാ അത് കളയണ്ട, മോതിരത്തെ കെട്ടിട്ടോ. നല്ല വിലയുള്ള കല്ലായിരിക്കും. അതെ, നിങ്ങളുടെ പേരെന്തുവാ? എന്റെ പേര് ഇതുവരെ നേരത്തെ തടി കുമാരൻ. ഇനി മറക്കരുത്. ഇനി മറക്കരുത്. അപ്പൊ
നിങ്ങളുടെ ആശാന്റെ പേര് കിട്ടി, ഭർത്താവ് ജോലിക്ക് പോകാന്ന് ഉറപ്പായി. സന്തോഷമായില്ല, ഇനി എനിക്ക് പോകാലോ. എടി ഇന്ന് തീയതി എത്ര? 16. മേസ്തിരി വാ, നമുക്ക് പണിക്ക് പോ. നീ ആ പണിസാനൊക്കെ ഇങ്ങോട്ട് എടുത്തടി. ഇന്നെങ്കിലും നിങ്ങൾ പണിക്ക് പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ 16 ഞാൻ ഇവിടെ നടത്തിയാനെ. ശീല